ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദയ അനുപമയോട് വന്ന് ഇന്ദ്രനെ കണ്ട കാര്യവും ഇന്ദ്രനെ കുറിച്ചുള്ളതും പറയുന്ന സമയത്ത് ഒന്നും മിണ്ടാതെ വിഷമത്തോട് കൂടിയിട്ടാണ് അനുപമ അതെല്ലാം കേൾക്കുന്നത്. അങ്ങനെ ദയ പറയുകയാണ്, ഇപ്പോഴും ഇന്ദ്രേട്ടനോട് ചേച്ചിക്ക് സ്നേഹമൊക്കെ ഉണ്ടാവുമെന്നറിയാം, കാരണം എത്രയായാലും വിച്ചുവിൻ്റെ അച്ഛനല്ലേ എന്ന് പറയുമ്പോൾ അനുപമ പറയണേ, സ്നേഹം ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒരു കാലത്ത് പ്രാണനെ പോലെ സ്നേഹിച്ചതല്ലേ, അത്ര പെട്ടെന്നൊന്നും എനിക്ക് മറക്കാനും കഴിയില്ല എന്ന് കരുതി ഭർത്താവിൻ്റെ എല്ലാ തെറ്റുകളും ക്ഷമിച്ചും സഹിച്ചും കൂടെ പൊറുക്കാൻ ഇനി എന്നെ കിട്ടില്ല. അപ്പോൾ ദയ പറയാണ്, അത് തന്നെയാണ് ചേച്ചി നല്ലത്. അവരുടെ കൂടെ ജീവിച്ചിരുന്നിടത്തോളം കാലവും അമ്മയും മോനും കൂടി ചേച്ചിയെ ഉപദ്രവിക്കുകയല്ലേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അനുപമ പറയണേ, എനിക്കതൊന്നും ഓർക്കാൻ പോലും താല്പര്യമില്ല ദയേ. ഇനിയുള്ള കാലം എൻ്റെ മോന് വേണ്ടി ജീവിക്കണം, അവനെ പഠിപ്പിച്ച് നല്ലൊരു നിലയിലെത്തിക്കണം, അത് മാത്രമാണ് എൻ്റെ ആഗ്രഹം. ഇന്ദ്രേട്ടൻ്റെ ജീവിതം എങ്ങനെ വേണമെങ്കിലും ജീവിച്ചു തീർക്കാം, അത് ആരുടെ കൂടെ വേണമെങ്കിലും ജീവിക്കാം, എങ്ങനെ വേണമെങ്കിലും ഇന്ദ്രേട്ടൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചോട്ടെ, അതിന് ഞാനും കുഞ്ഞും ഒരു തടസ്സവുമാവില്ല. ഭർത്താവ് എന്ന ആളെ ഇനി എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആവശ്യമില്ല എന്ന് പറയട്ടോ. എന്ന് ദയ പറയണേ, ചേച്ചിയും ആ മനുഷ്യനും ഒന്നിച്ച് ജീവിക്കണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരാൾ തന്നെയാണ് ഞാൻ. പക്ഷേ ഇന്ന് ഞാൻ ആ കാഴ്ച കണ്ടതോടുകൂടി ഇനി ഒരിക്കലും ചേച്ചി അയാളുമൊത്ത് ജീവിക്കണം എന്നുള്ളത് എനിക്കും ആഗ്രഹമില്ല. ചേച്ചി തനിച്ച് ജീവിക്കുന്നത് തന്നെയാണ് സ്വസ്ഥതയും സമാധാനത്തോടു കൂടി ജീവിക്കണം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. സ്വന്തം കുഞ്ഞിനോടില്ലാത്ത അടുപ്പം മറ്റൊരു സ്ത്രീയുടെ കുഞ്ഞിനോട് കാണിക്കുന്നതിനോട് എനിക്കെന്തോ അത്ര അങ്ങ് ബോധിക്കുന്നില്ല. അതിൽ എന്തോ ഒരു വശപ്പശക്കുള്ളതായിട്ട് എനിക്കും തോന്നുന്നുണ്ട്. അതുകൊണ്ട് ചേച്ചി ഇനി സ്വസ്ഥമായിട്ട് സന്തോഷത്തോടു കൂടി കുഞ്ഞുമായിട്ട് ജീവിക്കുന്നത് തന്നെയാണ് നല്ലത്. അല്ലാതെ ഇനി അയാളുമൊത്തൊരു ജീവിതവും നമുക്ക് അയാളുമൊത്തൊരു ബന്ധവും വേണ്ട എന്ന് തന്നെ ദയ പറയട്ടോ. അത് കേൾക്കുന്ന സമയത്ത് അമ്മയുടെ മനസ്സിലേക്ക് വല്ലാത്ത വിഷമം വരികയാണ്. ഈ സമയം ദാസാറിന്റെ വീട്ടിലേക്ക് സുശീലയും ഇന്ദ്രനും എത്തിയിട്ടുണ്ടാവും. എന്നിട്ട് ദാസാറിനോട് പറയണ സുശീല, അല്ല ഇതുവരെയും അനുപമ എത്തിയില്ലല്ലോ, എന്നെയും എൻ്റെ മകനെയും കുറേ നേരം ഇരുത്തണം എന്നാവും അവളുടെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ ദാസാർ പറയുന്നത്, അങ്ങനെയൊന്നും അനുവിന് അങ്ങനത്തെ ഉദ്ദേശമൊന്നുമില്ല, അനുപമ തനിച്ചല്ലേ, അപ്പോൾ അവൾക്ക് ഒരുപാട് ചുറ്റുപാടുകൾ കഴിച്ചിട്ടല്ലേ അവൾക്ക് വരാൻ കഴിയൂ, അതുകൊണ്ടാണ് ഇത്ര നേരം വൈകുന്നത്. എന്തായാലും ഞാൻ വിളിച്ചു നോക്കുന്ന സമയത്ത് അവൾ വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, കുറച്ചു നേരം കൂടി ഒന്ന് ക്ഷമിക്കൂ സുശീല. അപ്പോൾ സുശീല വന്ന ഉടനെ തന്നെ ഒപ്പിടൽ നടന്നാൽ മതി, ഇനി പുതിയ എന്തെങ്കിലും ഡിമാൻഡ് അവൾ വെക്കുമോ ദാസാറെ? അത് കേട്ടപ്പോൾ ഇന്ദ്രൻ പറയണ, അനു ഒന്നും പറയാനൊന്നും പോകുന്നില്ല, അമ്മ ഇനി വെറുതെ ഓരോന്ന് പറഞ്ഞ് അനുവിനെ കൊണ്ട് വായ തുറപ്പിക്കാതിരുന്നാൽ മതി. അപ്പോഴത്തേക്കും അനുപമ അവിടെ ഓട്ടോയിൽ വന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ദാസാർ പുറത്തേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ്, മോനെ കൊണ്ടുവന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഭാനുമ്മ കുഞ്ഞിനെ നോക്കിക്കോളും എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി അകത്തേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് സുശീലയും ഇന്ദ്രനും ഇരിക്കുന്ന ഭാഗത്തേക്ക് വരികയാണ്. അപ്പോൾ സുശീല അനുപമയെ ദേഷ്യത്തിൽ തുറച്ചു നോക്കുകയാണ് കേട്ടോ. ഈ സമയം ഇന്ദ്രൻ അനുപമയുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിക്കുകയാണ്. പക്ഷേ ആ പുഞ്ചിരിക്ക് ഒരു മൈൻഡ് പോലും അനുപമ കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ദ്രൻ്റെ മുഖം അങ്ങ് വാടിപ്പോവാണ്. എന്നിട്ട് ദാസാർ ആ എഗ്രിമെൻറ്റ് അനുപമയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഇതിൽ മോളൊന്ന് ഒപ്പ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇന്ദ്രന് നാളെ മുതൽ ആ ഷോപ്പ് സ്വന്തമായി കഴിഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഡിമാൻഡാണ് മാസം 25,000 രൂപ വെച്ച് നിനക്ക് തരും എന്ന് പറയട്ടോ. ഇത് കോടതിയിൽ വാല്യൂ ഉള്ള എഗ്രിമെൻറ്റ് തന്നെയാണ്, അതുകൊണ്ട് ധൈര്യമായിട്ട് ഒപ്പിടാം, ഈ ഒരു എഗ്രിമെൻറ്റ് വെച്ച് തന്നെ ഇനിയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമെന്നങ്ങ് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് അനുപമയുടെ മനസ്സിലേക്ക് അക്കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയാണ്. എന്നിട്ട് അനുപമ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇതിലിപ്പോൾ ഞാൻ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ പിന്നെ അമ്മയും മോനും എനിക്ക് മാസം 25,000 രൂപ തരുന്നതിൻ്റെ അധികാരം എന്നോട് കാണിക്കും. അതെന്തായാലും വേണ്ട, ഇപ്പോഴും ഹർഷയെ തലയിൽ വെച്ചുകൊണ്ട് നടക്കല്ലേ, അവളുടെ കുഞ്ഞിനെ ഇപ്പോഴും നാണമില്ലാതെ എടുത്തുകൊണ്ട് നടക്കുന്നു. സ്വന്തം കുഞ്ഞിനെ കുറിച്ച് ഒരു വാക്കുപോലും രണ്ടാളും ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് ഇതിൽ ഒപ്പുവെക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ പറഞ്ഞ ഡിമാൻഡാണ് ഇവർ ഇനി അംഗീകരിക്കേണ്ടത്. മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഞാൻ ഇതിൽ ഒപ്പുവെക്കുന്നില്ല അങ്കിളെ എന്നങ്ങ് പറഞ്ഞതോടുകൂടി ദാസാറും ഇന്ദ്രനും സുശീല അങ്ങ് ഞെട്ടിപ്പോവാണ് കേട്ടോ. അപ്പോൾ ദാസാറ് ചോദിക്കാൻ, അതെന്താ മോളെ അങ്ങനെ, ഞാൻ നിന്നോട് അന്ന് സംസാരിച്ചതല്ലേ, അന്ന് നീ സമ്മതം മൂളിയതാണല്ലോ, ഇപ്പോൾ പെട്ടെന്ന് നിനക്ക് എന്തു പറ്റി? അപ്പോൾ അനുഭവം പറയാണ്, അന്നത്തെ സാഹചര്യം അല്ല അങ്കിളെ ഇന്ന്, അതുകൊണ്ട് എനിക്ക് ഇതിൽ ഒപ്പുവെക്കാൻ കഴിയില്ല, എനിക്ക് ഇവരുടെ 25,000 രൂപ മാസം വേണ്ട എന്നങ്ങ് പറയട്ടോ. അത് കേട്ടതോടുകൂടി സുശീല അങ്ങ് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയണം, ഞാൻ പറഞ്ഞില്ലേ ഇതൊന്നും നടക്കില്ല എന്ന്, അവൾക്ക് മാസം ചെലവിന് കൊടുക്കാം എന്നുള്ളത് മറ്റാരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ അനുഭവം പറയാണ്, അതെ എനിക്ക് മാസം ചെലവിന് തരാം എന്നുള്ളത് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അച്ഛൻ ജീവനുള്ളിടത്തോളം കാലം എനിക്ക് മറ്റാരുടെയും സഹായം വേണ്ട, എൻ്റെ അച്ഛൻ തന്നെ എന്നെയും എൻ്റെ കുഞ്ഞിനെയും സംരക്ഷിച്ചോളും, നിങ്ങൾക്കും നിങ്ങളുടെ മകനും സംരക്ഷിക്കാൻ വേറെ ഒരു അമ്മയും കുഞ്ഞുമുണ്ടല്ലോ. അത് കേട്ടപ്പോൾ സുശീലയും ഇന്ദ്രനും ദാസാറും അങ്ങ് ഞെട്ടിപ്പോവാൻ കേട്ടോ. അനുപമ മനസ്സിൽ ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലാവാണ്. അപ്പോൾ ഇന്ദ്രൻ അനുപമയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയണ, അനു നീ എന്താണ് ഈ പറയുന്നത്, ഇനി ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ അത് എന്തെങ്കിലും ആവട്ടെ, എനിക്ക് നിങ്ങളോട് കൂടുതൽ സംസാരിക്കാനൊന്നും താല്പര്യമില്ല. ദാസാർ ചോദിക്കാണ്, അല്ല മോളെ, നിനക്ക് ഈ എഗ്രിമെന്റിനോട് താല്പര്യമല്ലെങ്കിൽ നിനക്ക് എന്താണ് ഡിമാൻഡ്, നീ അത് പറ എന്ന് പറയുമ്പോൾ, എനിക്ക് മറ്റൊന്നുമല്ല, ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ, എനിക്ക് ആ കട വിട്ടുകൊടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് 25 ലക്ഷം രൂപ തരണം, അതാണ് എൻ്റെ ഡിമാൻഡ്. അങ്ങനെയാവുമ്പോൾ വിറ്റ ആളും വാങ്ങിയ ആളും തമ്മിൽ പിന്നെ ഒരു ബന്ധവും ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് അതാണ് ഏറ്റവും നല്ലത് എന്നങ്ങ് പറഞ്ഞതോടുകൂടി
കൂടിയിട്ട് സുശീല പറയണേ, ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ ഞങ്ങളെയല്ല ഇവൾ അപമാനിച്ചിട്ടുള്ളത്, ദാസാറിനെയാണ്. ദാസാറല്ലേ ആ കട ഇന്ദ്രന് വാങ്ങിച്ചു കൊടുത്തത്, അത് ഇവളുടെ പേരിൽ വാങ്ങിയെന്നല്ലേ ഉള്ളൂ. അപ്പോൾ ദാസാറാണ് ആ പണം മുടക്കിയത്. അപ്പോൾ ഇവളെയൊക്കെ അങ്ങ് മാറ്റിയേക്ക്, നമുക്ക് അങ്ങ് നേരിട്ട് നടത്താം, ഞങ്ങൾ തരാം ദാസാറിന് ആ വാങ്ങിയ തുക ഞങ്ങൾ അങ്ങ് തരാം, അല്ലാതെ ഇവളെ എന്തിനാ ഇതിലൊക്കെ ഇടപെടുത്തുന്നത്, എന്തിനാണ് ദാസാർ ഇവളുടെയൊക്കെ കാല് പിടിക്കുന്നത് എന്ന് സുശീല ദാസാറിനെ എരിപിരി കയറ്റാൻ വേണ്ടി അങ്ങ് പറയാൻ കേട്ടോ. അതോടുകൂടി അനുഭവം പറയണേ, എനിക്ക് ഒരു കുഴപ്പവുമില്ല, ആർക്ക് വേണമെങ്കിലും ദാസാറ് വെറുതെ കൊടുത്താലും എനിക്കൊരു കുഴപ്പവുമില്ല, ഞാനത് ഒപ്പിട്ട് തരാം. പക്ഷേ ഇതിനിടയിൽ ഇങ്ങനെയുള്ള എഗ്രിമെന്റുകളും കാര്യങ്ങളൊന്നും വേണ്ട, അതുകൊണ്ട് ദാസങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പം തന്നെ ഒപ്പിട്ട് കൊടുക്കാം എന്നങ്ങ് പറഞ്ഞതോടുകൂടി ഇന്ദ്രൻ പറയണ, വേണ്ട, അനുപമ പറയുന്നതാണ് ശരി, അനുപമ പറഞ്ഞതുപോലെ 25 ലക്ഷം രൂപ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്, എന്നിട്ട് ഞാൻ ആ കട എൻ്റെ പേരിൽ സ്വന്തമാക്കിക്കോളാം, എൻ്റെ കുടുംബം പോലെ തന്നെയാണ് എനിക്ക് ആ കടയും, എൻ്റെ കുടുംബം തന്നെ എനിക്ക് നഷ്ടപ്പെട്ടു പോയി, ഇനി ആ കട കൂടി എനിക്ക് നഷ്ടപ്പെടാൻ എനിക്ക് കഴിയില്ല, അതുകൊണ്ട് അനുപമ പറഞ്ഞതുപോലെ 25 ലക്ഷം രൂപ തരാൻ ഞാൻ തയ്യാറാണ്, ഞാൻ ആ പൈസ ഉണ്ടാക്കിയ ശേഷം ദാസങ്ങളിനെ വന്ന് കണ്ടോളാം എന്ന് പറയട്ടോ. അപ്പോൾ സുശീല അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് സംസാരിക്കാൻ ഒരുങ്ങുമ്പോൾ, വേണ്ട അമ്മേ, അമ്മ ഇനി ഒരക്ഷരം പോലും മിണ്ടിപ്പോവരുത്, എനിക്കറിയാം എൻ്റെ കട സ്വന്തമാക്കാൻ എനിക്കറിയാം, എനിക്ക് ആ കട എൻ്റെ കുടുംബം പോലെ തന്നെയാണ്, അത് നഷ്ടപ്പെടാൻ എനിക്ക് കഴിയില്ല എന്ന് പറയട്ടോ. എന്നിട്ട് സുശീലയോട് കൈ പിടിച്ച് ഇന്ദ്രൻ അങ്ങ് പോകാൻ ഒരുങ്ങുന്ന സമയത്ത്, നീ എൻ്റെ കൈയൊന്നും പിടിക്കേണ്ട, എനിക്കറിയാം, സുശീലയ്ക്ക് അറിയാം ഒറ്റയ്ക്ക് പോകാനൊക്കെ. ഇപ്പോൾ ഇന്ദ്രൻ അനുപമയോട് പറയുന്നുണ്ട്, ദയവ് ചെയ്ത് അനു ഇനി ഇതിൽ നിന്നും വാക്ക് മാറരുത് എന്ന് പറയുന്ന സമയത്ത് സുശീലയ്ക്ക് അങ്ങ് കുറച്ചിൽ പോലെ ആവാൻ കേട്ടോ. ഇവൻ എന്തിനാണ് ഇവളുടെ കാല് പിടിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ ദേഷ്യത്തിലാണ് കേട്ടോ സുശീല നോക്കി നിൽക്കുന്നത്. എന്നിട്ട് സുശീല ദാസാറിനോട് പറയണേ, ഇതൊക്കെ ഒത്തുകളിയാണെന്നുള്ളത് ഈ സുശീലയ്ക്ക് അറിയാം, പക്ഷേ സുശീല ഒരു മനസ്സിൽ ഒരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കുക തന്നെ ചെയ്യും, എനിക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത്, ആരെ കണ്ടാലാണ് ഇതിനൊരു തീരുമാനമാവുക എന്നുള്ളത് എനിക്കറിയാം എന്നും പറഞ്ഞ് സുശീല ചാടിത്തുള്ളിക്കൊണ്ട് അവിടെ നിന്നും ഇറങ്ങി പോവാൻ കേട്ടോ. അങ്ങനെ ഇന്ദ്രൻ ദാസാറിനോട് പറയണേ, എത്രയും പെട്ടെന്ന് 25 ലക്ഷം രൂപ ഉണ്ടാക്കി ഞാൻ അങ്കിളിനെ വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞ് ഇന്ദ്രനും പോവുകയാണ്. അങ്ങനെ സുശീല പിന്നെ നേരെ പോകുന്നത് ഗോകുലിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഗോകുൽ പറഞ്ഞ വാക്ക് പാലിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സച്ചി സാറിൻ്റെ കടയിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ സച്ചി സാറിനോട് ചോദിക്കുകയാണ്, അല്ല ഗോകുൽ എവിടെ എന്ന് ചോദിക്കുമ്പോൾ, ഗോകുൽ തൽക്കാലം ഒരു സ്ഥലത്തേക്ക് പോയിരിക്കുകയാണെന്ന് പറയുമ്പോൾ, എന്താ ഈ സുശീലയെ കാണാതിരിക്കാൻ വേണ്ടി ഒളിച്ചിരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ, അതിനെന്തിനാ എൻ്റെ മോൻ നിന്നെ കണ്ട് ഒളിച്ചിരിക്കേണ്ട ഒരു ആവശ്യവും എൻ്റെ മോനില്ല, അല്ല നിങ്ങളുടെ മകൻ എന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നു, 1 രൂപ പോലും ചെലവാക്കാതെ അനുപമയുടെ പേരിലുള്ള ആ കട ഇന്ദ്രന് സ്വന്തമാക്കി കൊടുക്കാം എന്നുള്ളത്, എന്നിട്ടിപ്പോൾ അനുപമ ഒരു ഡിമാൻഡ് വെച്ചിരിക്കുന്നു, 25 ലക്ഷം രൂപ അവൾക്ക് കൊടുത്താലാണ് ആ കട ഇന്ദ്രന്റെ പേരിൽ എഴുതി കൊടുക്കൂ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഗോകുൽ എന്നോട് പറഞ്ഞ വാക്ക് പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ ഗോകുലും ദാസാറും കൂടിയാണ് മഞ്ചാടിയുടെ കല്യാണം മുടക്കാൻ വേണ്ടി ജീവൻ രാജിനെ മാറ്റിയത് എന്നുള്ള കാര്യം ഞാൻ മാഷിനോട് തുറന്നു പറയും എന്ന് പറയുമ്പോൾ സച്ചി അങ്ങ് ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ചിരി കാണുന്ന സമയത്ത് സുശീല ചോദിക്കുകയാണ്, എന്തിനാണാവോ ഇങ്ങനെ ചിരിക്കുന്നത്, ഞാൻ പറയും എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരിക്കും എന്ന് പറയുമ്പോൾ സച്ചി പറയണം, സുശീല വെറുതെ ഇവിടെ കയറി വന്ന് ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും ഒരു കാര്യവുമില്ല, സുശീല പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് മാഷിന് തന്നെ ആദ്യമേ അറിയാം, അതുകൊണ്ട് അതൊന്നും വില പോവാൻ പോകുന്നില്ല, നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളായിട്ട് തന്നെ ഉണ്ടാക്കുന്നതാണ്, അതിന് മറ്റുള്ളവരുടെ മേല് കയറിയിട്ടൊന്നും ഒരു കാര്യവുമില്ല സുശീലെ. അപ്പോൾ സുശീല വിരൽ ചൂണ്ടിയിട്ട് പറയുകയാണ്, ഇല്ല സുശീലയുടെ പ്രശ്നങ്ങളൊക്കെ തീർക്കാനേ സുശീലയ്ക്ക് അറിയാം, പക്ഷേ ആനന്ദ മാഷിനോട് ഞാൻ എന്ത് പറഞ്ഞാലും ഇല്ലെങ്കിലും ശരി, നിങ്ങൾക്കിപ്പോൾ 25 ലക്ഷം രൂപ അനുപമയ്ക്ക് കൊടുക്കേണ്ടത് ദാസാറും ഗോകുലും കൂടി തന്നെയാണ്, അല്ലെങ്കിൽ ഗോകുല് തന്നെ കൊടുക്കണം എന്ന് പറയുമ്പോൾ, എടാ അതെന്തൊരു കഷ്ടമാണ്, നിങ്ങളുടെ മകന്റെ ബാധ്യത എങ്ങനെയാണ് എൻ്റെ മകൻ ഗോകുല് തീർക്കേണ്ടത്, എൻ്റെ മകൻ ഗോകുല് തീർക്കേണ്ട എന്താവശ്യമാണുള്ളത്, സച്ചി സാറേ എന്നോട് കളിക്കാൻ നിൽക്കണ്ട, എന്നോട് കളിച്ചാൽ ഉണ്ടാവുന്ന അനുഭവം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ, ഇപ്പം മകൾ ഇതാ വെറുതെ വീട്ടിലിരിക്കുന്നു, അതുപോലെ മകനും അങ്ങ് വെറുതെ വീട്ടിലിരിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ, എൻ്റെ മകൻ അങ്ങനെ ഒരു വിധിയാണെങ്കിൽ അത് ഞങ്ങൾ അങ്ങ് സഹിച്ചോളാം എന്ന് കരുതിയിട്ട് സുശീലയുടെ പ്രാക്കാണ് ഇതിനൊക്കെ കാരണമെന്നും വിശ്വസിക്കാൻ ഞാൻ അത്രയ്ക്ക് അങ്ങ് അന്ധവിശ്വാസം ഒന്നുമല്ല, ഇവിടെ നിന്നൊന്നും ഇറങ്ങി പോവാൻ നോക്ക് എന്നങ്ങ് പറയുമ്പോൾ സുശീല പറയണേ, ഞാൻ പോവാൻ തന്നെയാണ് വന്നത്, അല്ലാതെ ഇവിടെ സ്ഥിരതാമസത്തിന് വന്നതൊന്നുമല്ല എന്ന് പറഞ്ഞ് സുശീല ചാടിത്തുള്ളിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ഈ സമയം ഇന്ദ്രനും സത്യനും സോനയും ഷ്യാമും കൂടി സംസാരിക്കുകയാണ് അനുപമ പറഞ്ഞ കാര്യത്തെക്കുറിച്ച്. സോന പറയണ, അമ്മ എവിടേക്കാണാവോ പോയത് എന്ന് പറയുമ്പോൾ സത്യം പറയണ, അത് അമ്മ ആരുടെയെങ്കിലും കഴുത്തിന് പിടിച്ചിട്ടാണെങ്കിലും 1 രൂപ പോലും കൊടുക്കാതെ ഇന്ദ്രേട്ടന് ആ കട സ്വന്തമാക്കി കൊടുക്കാൻ വേണ്ടി ആരെങ്കിലും പിടിക്കാൻ വേണ്ടി പോയതാവും എന്ന് പറയട്ടോ. അപ്പോൾ സോന പറയണേ, ഞാൻ വിചാരിച്ചത് ഇപ്രാവശ്യമെങ്കിലും എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവുമെന്നാണ്, കാരണം ഏട്ടത്തിക്ക് എല്ലാ മാസവും ഒരു തുക കൊടുക്കുകയാണെങ്കിൽ ഏട്ടത്തിയെയും കുഞ്ഞിനെയും എങ്ങനെയെങ്കിലും വീണ്ടും പഴയതുപോലെ ഇവിടേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാമെന്നാണ് ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടിയത് എന്ന് പറയുമ്പോൾ സത്യം പറയണേ, എന്തിന് അക്കാര്യം ചെയ്യണം, ഇപ്പോഴും ഇന്ദ്രേട്ടന് അക്കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല, പിന്നെ വെറുതെ ചേച്ചിയെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് വീണ്ടും ചേച്ചിയും കുഞ്ഞും ഇവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നതിനേക്കാളും നല്ലത് ഇപ്പോൾ ചേച്ചി എടുത്ത തീരുമാനം തന്നെയാണ് നല്ലത്. ഇന്ദ്രൻ പറയണേ, എത്രയും പെട്ടെന്ന് ഞാൻ ആ പണം ഉണ്ടാക്കി കൊടുക്കും എന്ന് പറയുമ്പോൾ സോന പറയണേ, അതോടുകൂടി ഏട്ടത്തിയുമായിട്ടുള്ള ബന്ധം അവസാനിക്കും എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ പെട്ടെന്ന് അങ്ങ് വിഷമിക്കാൻ കേട്ടോ. അപ്പോൾ സത്യം പറയണേ, ആർക്കും അംഗീകരിക്കാത്ത ബന്ധത്തിൽ നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞു മാറി
നിന്നാൽ ഏട്ടത്തിയൊക്കെ എല്ലാ കാര്യങ്ങളും ക്ഷമിച്ചേനെ എന്ന് പറയട്ടോ. അപ്പോൾ ശ്യാമ പറയണേ, എത്ര തന്നെ അറുത്ത് മുറിച്ച് കളഞ്ഞാലും വിച്ചുമോൻ്റെ അച്ഛൻ ഇന്ദ്രേട്ടനാണ്. ആ ഒരു ബന്ധത്തിൽ നിന്നും ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ലല്ലോ. അങ്ങനെ സത്യനും സോനയും ശ്യാമും ഒക്കെ ചേർന്ന് ഇന്ദ്രനെ, ഹർഷയെയും കുഞ്ഞിനെയും പോയി കണ്ടതും അമ്മയുടെ വാക്ക് കേട്ട് അതെല്ലാം അനുസരിച്ചതിനും എല്ലാം കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുന്ന സമയത്ത് ഇന്ദ്രൻ തല താഴ്ത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇന്ദ്രൻ, അത് പിന്നെ ഞാൻ അവിടേക്ക് പോയത് ഞാൻ മറ്റൊന്നുമല്ല, ഒരു സഹായം എന്നുള്ള നിലയ്ക്ക് പോയതാണെന്ന് പറയുമ്പോൾ ആരും തന്നെ അത് അംഗീകരിക്കുന്നില്ല. അവസാനം ഇന്ദ്രന് ഒന്നും മിണ്ടാതെ ഉത്തരം മുട്ടി നിൽക്കുകയാണ് കേട്ടോ. ഇതെല്ലാം അനുചേച്ചി അറിഞ്ഞത് കൊണ്ടാണ് അനുചേച്ചിയുടെ തീരുമാനം മാറ്റിയത് എന്നുള്ള കാര്യം കൂടി കേട്ടപ്പോൾ ഇന്ദ്രന് പിന്നെ ഒരു മനസ്സിലേക്ക് ഒരു വിഷമം വരികയാണ്. ഒന്നും വേണ്ടായിരുന്നു എന്നുള്ള ഒരു ചിന്ത വരികയാണ്. അമ്മയുടെ വാക്കും കേട്ട് എൻ്റെ ജീവിതം തകർന്നു പോവുകയാണല്ലോ എന്നുള്ള വിഷമം ഇന്ദ്രൻ്റെ മനസ്സിലേക്ക് വരികയാണ്. എന്നിട്ട് ഇന്ദ്രൻ പറയണേ, എത്ര തന്നെ അമ്മ ഇനി തടസ്സം നിന്നാലും ശരി, അനുപമയ്ക്ക് ഞാൻ ആ 25 ലക്ഷം രൂപ കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ തീരുമാനം. അതിന് അമ്മ തടസ്സം നിന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല എന്ന് ഉറച്ച് തീരുമാനിക്കാൻ കേട്ടോ. അങ്ങനെ ഇന്ദ്രൻ ആദ്യമായിട്ട് ഒരു തീരുമാനത്തിൽ, സുശീല എതിർത്ത ഒരു തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അനുപമയ്ക്ക് 25 ലക്ഷം രൂപ കൊടുക്കാമെന്ന് തീരുമാനിക്കണം. ഇനി മാഷിൻ്റെ വീട്ടിൽ രഘുവും അമ്പിളിയും കൂടി മാഷുമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ അമ്പിളിയാണെങ്കിൽ ഒരു മാഷിനോട് അതിര് വിട്ട് സംസാരിക്കാൻ തുടങ്ങാൻ കേട്ടോ. ഞാനും അച്ഛൻ്റെ മകള് തന്നെയല്ലേ, 5 മക്കളിൽ എന്നെയും രഘുവേട്ടനെയും എന്തിനാണ് അച്ഛൻ ഇങ്ങനെ തരം താഴ്ത്തി കാണുന്നത്? ഞങ്ങൾ ഈ വീട്ടിൽ ആ ഒരു പണിക്കാരായിട്ടാണ് അച്ഛൻ ഞങ്ങളെ കാണുന്നത്. ഞങ്ങളുടെ ഒരു ആവശ്യവും അച്ഛൻ നിറവേറ്റി തരുന്നില്ല, എല്ലാത്തിനും തടസ്സങ്ങളാണ് ഞങ്ങൾക്ക്. അതുകൊണ്ട് മറ്റുള്ള മക്കളെ സഹായിക്കുന്നത് പോലെ എന്തുകൊണ്ടാണ് അച്ഛൻ എന്നെയും രഘുവേട്ടനെയും സഹായിക്കാത്തത് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറ്റപ്പെടുത്താണ്. ഞാൻ എന്താ വല്ല റെയിൽ പാളത്തിൽ നിന്നും എന്നെ എടുത്തുകൊണ്ട് വന്ന് വളർത്തിയതാണോ എന്ന് ചോദിക്കുമ്പോൾ രഘുവിന് ദേഷ്യം പിടിച്ചിട്ട്, നീ എന്താണ് ഈ അമ്മാവനോട് സംസാരിക്കുന്നത്? നിന്റെ വാക്കുകൾ അതിര് കടക്കുന്നു എന്ന് പറഞ്ഞങ്ങ് ദേഷ്യപ്പെടാൻ കേട്ടോ. എന്നിട്ട് അമ്പിളി മാഷിനോട് അതിര് കടന്ന് സംസാരിച്ചതോടുകൂടി രഘുവിൻ്റെ ക്ഷമ നശിച്ച്, എന്തിനാണ് നീ അമ്മാവനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നും ചോദിച്ച് രഘു അമ്പിളിയുടെ കാരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കാണ്. അതോടുകൂടി മാഷിൻ്റെ സ്വഭാവം അങ്ങ് മാറാൻ കേട്ടോ. അച്ഛൻ്റെ മുന്നിൽ വെച്ച് മോളെ അടിച്ചു എന്നുള്ള ആ ഒരു കാരണത്താൽ തന്നെ നീ എൻ്റെ മോളെ എൻ്റെ കൺമുന്നിൽ വെച്ച് അടിക്കുന്നോടാ നായേ എന്നങ്ങ് പറഞ്ഞിട്ട് രഘുവിൻ്റെ കാരണം നോക്കി മാഷ് ഒന്നങ്ങ് പൊട്ടിക്കുകയാണ്. അത് കണ്ടതോടുകൂടി അമ്പിളിക്ക് വല്ലാത്ത വിഷമം വരിക കേട്ടോ. ഇത്രയും കാലം അച്ഛൻ്റെ പുറകെ വാലും തൂങ്ങി നടന്നിട്ട് ഇപ്പോഴും അച്ഛൻ രഘുവേട്ടനെ കുറ്റപ്പെടുത്തുകയാണ്, സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നില്ലല്ലോ എന്നുള്ള ചിന്ത അമ്പിളിയുടെ മനസ്സിലേക്ക് വരികയുണ്ട്. അങ്ങനെ അമ്പിളിയാണെങ്കിലോ, ഇനി ഞാൻ ഒരു നിമിഷം പോലും ജീവിക്കുന്നില്ല, എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അമ്പിളി നേരെ റൂമിലേക്ക് ഓടിപ്പോയി കതകങ്ങ് കുറ്റിയിടാണ്. ഇനി ഞാൻ ഒരു നിമിഷം പോലും ജീവിക്കില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അമ്പിളിയുടെ പുറകെ രഘുവും അങ്ങ് ഓടിച്ചെല്ലാണ്. രഘുവും മാഷും അങ്ങ് ഓടിച്ചെല്ല. പക്ഷേ എത്ര തന്നെ തുറക്കാൻ പറഞ്ഞിട്ടും കതക് തുറക്കുന്നില്ല. അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് അമ്പിളി അങ്ങ് ഒരുങ്ങാൻ കേട്ടോ. ഫാനിൽ സാരി കെട്ടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരുങ്ങാണ്. അപ്പോഴത്തേക്കും രഘുവും മാഷും കൂടി പുറകിലെ ഓടിച്ചെല്ലാണ്. എന്നിട്ട് ആ ജനൽ വഴി നോക്കുന്ന സമയത്ത് അമ്പിളി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കഴുത്തിൽ കുരുക്കിടുകയാണ്. അപ്പോൾ അമ്പിളി, ഇനി അവിവേകം ഒന്നും കാണിക്കല്ലേ, നീ ഒന്ന് പറഞ്ഞത് കേൾക്ക്, നീ എന്താണ് ഈ ബുദ്ധിമോശം കാണിക്കുന്നത് എന്ന് പറഞ്ഞ് രഘുവും മാഷും ഒരുപാട് തടയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്.